നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ ആർ ലതാദേവി ചുമതലയേറ്റു. തലവൂർ ഡിവിഷൻ അംഗം ഡോക്ടർ മീര ടീച്ചറിനെയാണ് ലതാദേവി പരാജയപ്പെടുത്തിയത്. 10-നെതിരെ 17 വോട്ടുകൾക്കാണ് ലതാദേവി വിജയിച്ചത്. പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പുരോഗമിക്കുന്നു. 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. തിങ്കളാഴ്ച അണുനശീകരണം നടത്തി. മുക്കടവ് ആളുകറ മലയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിഞ്ഞു. ചാരമൂട് വേടരപ്പച്ച സ്വദേശി അനിക്കുട്ടനെയാണ് തിരിച്ചറിഞ്ഞത്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. MDMAയും മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് അറസ്റ്റിൽ. തേവലക്കര പാലക്കൽ സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. MDMAയും നൈട്രാസെപ്പാം ഗുളികകളും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ആർ ലതാദേവി ചുമതലയേറ്റു. തലവൂർ ഡിവിഷൻ അംഗം ഡോക്ടർ മീര ടീച്ചറിനെയാണ് ലതാദേവി പരാജയപ്പെടുത്തിയത്. 10-നെതിരെ 17 വോട്ടുകൾക്കാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലതാദേവി വിജയിച്ചത്. 27 ഡിവിഷനുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ LDF 17 സീറ്റിലും UDF 10 സീറ്റിലും വിജയിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആദ്യ 2 വർഷം CPIക്കും അവസാന 3 വർഷം CPMനുമാണ്. CPI പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ചടയമംഗലം ഡിവിഷനിൽ നിന്നുള്ള ആർ ലതാദേവിയാണ് മത്സരിച്ചത്. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മത്സരിച്ചത് തലവൂർ ഡിവിഷൻ അംഗമായ ഡോക്ടർ മീര ടീച്ചറാണ്. ലതാദേവിക്ക് 17 വോട്ടും മീര ടീച്ചർക്ക് 10 വോട്ടും ലഭിച്ചു. കളക്ടർ N ദേവിദാസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. വിജയിച്ച ലതാദേവിക്ക് കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ആർ ലതാദേവി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചടയമംഗലം മുൻ MLA-യാണ് ലതാദേവി. മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ്. പ്രസിഡന്റായി വിജയിച്ച ആർ ലതാദേവിയെ അനുമോദിക്കാനായി മന്ത്രി GR അനിലും എത്തിയിരുന്നു. അനുമോദന സമ്മേളനത്തിൽ മന്ത്രിമാരായ GR അനിൽ, J ചിഞ്ചുറാണി, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, CPM ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിലെ എല്ലാ വികസന പദ്ധതികൾക്കും എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഭരണം നടപ്പാക്കുകയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി പറഞ്ഞു. തീർച്ചയായിട്ടും ഈ നാട് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജില്ലയുടെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ ഭാഗം ആക്കി നമ്മുടെ ജില്ലയെ എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന ഭരണത്തോട് ഒപ്പം നിർത്തിക്കൊണ്ട് സമ്പൂർണമായിട്ടുള്ള പാർപ്പിട പദ്ധതിയായിരുന്നാലും സമ്പൂർണമായിട്ടുള്ള ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനമായിരുന്നാലും സമ്പൂർണമായിട്ടുള്ള ജില്ലയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കണക്കിൽ എടുത്തുകൊണ്ടുള്ള ഒരു ഭാവി പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുവാൻ തീർച്ചയായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാര്യയുടെ സത്യപ്രതിജ്ഞ കാണാൻ മന്ത്രി എത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഡോക്ടർ ആർ ലതാദേവി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനാണ് മന്ത്രി GR അനിൽ എത്തിയത്. രാവിലെ തന്നെ ഭാര്യയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ മന്ത്രി GR അനിൽ എത്തിയിരുന്നു. മകൾ ദേവികയും ചെറുമകൾ അനുഗ്രഹയും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രി ആർ ലതാദേവിക്ക് മധുരം നൽകി ആശംസ നേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ആർ ലതാദേവിക്ക് പഞ്ചായത്തിന്റെ ഭരണം നന്നായി നടത്താൻ പ്രാപ്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നന്നായി വിജയിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്
കൊല്ലം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ ചുമതല വഹിക്കുന്ന ഏറ്റെടുക്കുന്നത് ലതാദേവിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. മുൻകാല പ്രവർത്തനങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആർ ലതാദേവി പറഞ്ഞു. സ്ത്രീകളുടെ ആകെ വിഷയമാണ്, സമൂഹത്തിൻ്റെ വിഷയമാണ്. ആ നിലയ്ക്ക് സമൂഹത്തിനിടയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആദ്യം അവരുടെ ശ്രദ്ധയിലാണ് ഇത്തരം വിഷയങ്ങൾ കടന്നു വരിക. അത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ന്യായമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗം നിന്നുള്ള എനിക്ക് മന്ത്രിയും ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ നിലപാടുകൾ എന്നെ സമൂഹത്തിനോട് എങ്ങനെ നോക്കിക്കാണണമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാക്കി തന്നതെന്ന് മകൾ ദേവികയും ചൂണ്ടിക്കാട്ടി. എന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിച്ചത് തൊട്ട് എനിക്ക് സമൂഹത്തിനോട് എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ അച്ഛനും അമ്മയും ഈ വീട്ടമ്മ വീട് നോക്കുന്ന പരിപാടി ആയിരുന്നില്ല എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പേരൻസ് രണ്ടുപേരും കൂടെ ചേർന്ന് വീട് നടത്തിക്കൊണ്ട്, ഗൃഹനാഥനും ഗൃഹനാഥയും ഒരുപോലെ വീട് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ എത്തിയിരിക്കുന്ന ഇതുകളും, ഞാൻ ആൾക്കാരെ സമീപിക്കുന്ന രീതി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന രീതി, അത് അവതരിപ്പിക്കുന്ന രീതി, ഇതിലെല്ലാം ഇപ്പം ഞാൻ എൻ്റെ മകളെ വളർത്തിക്കൊണ്ട് വരുന്നതും എല്ലാം അതിനോട് യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും ജനയുഗം വാരിക ജനറൽ എഡിറ്ററുമായിരുന്ന ആര്യാട് ഗോപിയുടെ സ്മരണാർത്ഥമുള്ള ദൃശ്യമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കൊല്ലം പ്രസ് ക്ലബും ആര്യാട് ഗോപി സ്മാരക പുരസ്കാര സമിതിയും സംയുക്തമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർക്കുള്ള 25,000 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി യൂണിറ്റിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറും, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയുടെ മികച്ച ദൃശ്യത്തിനുള്ള 10,000 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് മനോരമ ന്യൂസ് വയനാട് യൂണിറ്റിലെ സീനിയർ ക്യാമറമാൻ സന്തോഷ് പിള്ളയും ഏറ്റുവാങ്ങി. കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് ടെലിവിഷൻ ജേർണലിസം PG ഡിപ്ലോമ കോഴ്സിൽ മികച്ച മാർക്കോടെ പാസ്സായ സാന്ദ്ര യേശുദാസിനെ എൻഡോമെന്റ് നൽകി ആദരിച്ചു. മാധ്യമപ്രവർത്തനം ഏറ്റവും ശ്രമകരമായ കാലമാണിതെന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. ക്ലബിന്റെ ഭാരവാഹികളെയും DCCയും അദ്ദേഹം എത്തുന്നില്ല എന്നുള്ള വിവരം അറിയിച്ചു. അതിവിടെ കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. ഞാൻ വിളിക്കുമ്പോൾ കളക്ടറേറ്റിൽ ഒരു മീറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കോർപ്പറേഷനിലേക്ക് വരണമായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് സംഭവിച്ചു. കാരണം ആര്യാട് ഗോപി സാറിനെ പോലെയുള്ള ഒരു മഹാനായ മാധ്യമപ്രവർത്തകന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്കതിൽ സന്തോഷമാണ് തോന്നിയത്. തീർച്ചയായും ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി. അദ്ദേഹം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അടിസ്ഥാനപരമായി അദ്ദേഹം ഒന്ന് മാധ്യമ പ്രവർത്തന രംഗത്താണ്. കൊല്ലത്ത് 1959 അദ്ദേഹം ജനയുഗത്തിൽ ജോലി ഇവിടെ വരുന്നത്. പിന്നീട് ജനയുഗത്തിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ പ്രവർത്തിച്ചു. ജനയുഗത്തിൻ്റെ പത്രാധിപരായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. മാധ്യമ രംഗത്ത് തന്നെ പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന KUWJയുടെ പ്രസിഡന്റായി 2 വർഷക്കാലം അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ മേഖലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പത്രം ഓഫീസിലെ തിരക്കുകൾക്കിടയിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു ആര്യാട് ഗോപിയെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ കവി KS പിള്ള പറഞ്ഞു. ആ മനസ്സിൽ എനിക്കും ഒരിടം കിട്ടി എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഏടാച്ചേരി രാമചന്ദ്രൻ അദ്ദേഹം ഈ ഫോണിൽ വെച്ച് സംസാരപ്പോൾ സാധനം നിർത്തുമ്പോൾ ചോദിക്കും, കൊല്ലത്ത് എന്താണ് സാംസ്കാരിക ശേഷം ഇന്ന് ലോകെ ചോദിക്കും. ഞാൻ പറഞ്ഞ അടുത്ത ദിവസമാണ് ആരോഗ്യ സാറിൻ്റെ സ്വർണം. എനിക്ക് എപ്പോഴും വിസ്മയകരമായ ഒരു സുഹൃത്താണ് ആര്യാട് ഗോപി എന്ന് ഏടാച്ചേരി പറഞ്ഞു. പക്ഷേ അത് പറയുക മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്നുള്ളത് വിശദീകരിച്ചു. അതുകൊണ്ട് പറഞ്ഞാൽ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടി തൻ്റെ ആത്മാഭിമാനത്തെ അടിയറ വയ്ക്കുന്ന ഒരു മനസ്സല്ലായിരുന്നു ആര്യാട് ഗോപിയുടെ. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് D ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി സനൽ ഡി പ്രേം സ്വാഗതം പറഞ്ഞു. ആര്യാട് ഗോപി കുടുംബ ട്രസ്റ്റ് അംഗം ഗോപിക ആര്യാട് നന്ദി രേഖപ്പെടുത്തി. സാമൂഹ്യമായിട്ട് ചിന്തിക്കുന്ന വാർത്തകളിലൂടെ ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തൊരു ജോലിക്ക് ഇങ്ങനൊരു അംഗീകാരം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ മേഖല, മാധ്യമ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ടി വിയിൽ വരുന്ന ആളാണ്. ഞങ്ങളുടെ പോലെ ടി വിയിൽ മുഖം കാണിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ സന്തോഷേണ്ട പോലെ കുറേ പേര് ഇതിൻ്റെ പിന്നിലുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കാലത്ത് പത്രങ്ങളും വലിയ പ്രതിസന്ധികളിലാണ്. നമ്മൾ കാണുന്ന പല പത്രങ്ങളിലും വിചാരിക്കാത്ത പല സംഭവങ്ങൾ, പുതിയ പല പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് ഇത്തരം ഒരു കൂട്ടായ്മ നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിലെ കെ മോഹനൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി സംവരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ കെ മോഹനൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കെ സുധീറാണ് മോഹനന്റെ പേര് നിർദ്ദേശിച്ചത്. ഉല്ലാസ് പിന്താങ്ങി. പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയും വിശ്വാസത്തോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന്. പട്ടികജാതി സംവരണമാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം. എതിരില്ലാതെയാണ് കെ മോഹനൻ വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പഞ്ചായത്ത് അംഗം എത്തിയത് ആംബുലൻസിൽ. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം LDF-ലെ മായാകുമാരിയാണ് വോട്ട് ചെയ്യാൻ ആംബുലൻസിൽ എത്തിയത്. ഇരുചക്രവാഹന അപകടത്തെ തുടർന്ന് മായാകുമാരി കൊല്ലത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായാണ് ഗ്രാമപഞ്ചായത്ത് അംഗം മായാകുമാരി ആംബുലൻസിലെത്തിയത്. ഇരുചക്രവാഹന അപകടത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ മായാകുമാരി കൊല്ലം NS ആശുപത്രിയിൽ ചികിത്സയിലാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ എനിക്ക് ഞായറാഴ്ച പറ്റിയില്ല. ആക്സിഡന്റ് നടന്നത് മുഴുവന് ഇന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഡോക്ടർ പെർമിഷനോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതാണ്. ഇവിടെ വന്ന് ആ തെരഞ്ഞെടുപ്പിൽ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുകയും ചെയ്തു. ചികിത്സയ്ക്കിടെയാണ് ആംബുലൻസിൽ വോട്ട് ചെയ്യാനായി ഗ്രാമപഞ്ചായത്തിലെത്തിയത്. റിട്ടേണിംഗ് ഓഫീസർ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ആംബുലൻസിൽ വെച്ച് രേഖകൾ പൂർത്തീകരിച്ച് മടങ്ങി. പ്രസിഡന്റായി LDF-ലെ PK ജയപ്രകാശും വൈസ് പ്രസിഡന്റായി LDF-ലെ സൂര്യയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ മായാകുമാരിക്ക് ആക്സിഡന്റ് പറ്റി NS ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27/12/2025 തീയതിയായി ഇന്നേ ദിവസമായതിനാൽ ഈ അംഗത്തെ ആംബുലൻസിലൂടെ കൊണ്ടുവന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സഹായത്തോടുകൂടി ബാക്കിയുള്ള എല്ലാ അംഗത്തിൻ്റെയും സഹായത്തോടെയും അനുവാദത്തോടും കൂടി ആംബുലൻസ് വെച്ച് തന്നെ അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള എല്ലാ അവസരം നൽകുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. MDMA-യും മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് അറസ്റ്റിൽ. തേവലക്കര പാലക്കിൽ സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. 12.266 ഗ്രാം MDMA-യും 5.65 ഗ്രാം നൈട്രോസെപ്പാം ഗുളികകളും ഇയാളിൽ നിന്നും പിടികൂടി. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി എക്സൈസ് തേവലക്കരയിൽ നടത്തിയ പരിശോധനയിലാണ് MDMA-യും മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് പിടിയിലായത്. തേവലക്കര പാലക്കൽ പാലോട്ട് വീട്ടിൽ ബിബിൻ എന്നയാളാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 12.266 ഗ്രാം MDMA-യും 5.65 ഗ്രാം നൈട്രാസെപ്പം ഗുളികയും പിടിച്ചെടുത്തു. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ S ലതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എക്സൈസ് ഇൻസ്പെക്ടർമാരായ P അജയകുമാർ, S ഉണ്ണികൃഷ്ണപിള്ള, സിവിൽ എക്സൈസ് ഓഫീസർമാരായ H ചാൾസ്, B അൻസാർ, നിതിൻ, രജിത് K പിള്ള, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീപ്രിയ P എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പുരോഗമിക്കുന്നു. 3795 പക്ഷികളെ ഇതുവരെ കള്ളിങ്ങിന് വിധേയമാക്കി. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. 8 ദ്രുത പ്രതികരണ സംഘങ്ങളാണ് കള്ളിങ്ങിന് നേതൃത്വം നൽകുന്നത്. തിങ്കളാഴ്ച അണുനശീകരണം നടത്തും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്ന് മറവ് ചെയ്യുന്ന പ്രധാന നടപടിയായ കള്ളിംഗ് പുരോഗമിക്കുന്നു. 26 വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം ഇതുവരെ 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. നെടുമുടി, കരുവാറ്റ, തകഴി,
കുമാരപുരം പഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തിയായി. കാർത്തികപ്പള്ളി, പുന്നപ്ര സൗത്ത്, ചെറുതന, അമ്പലപ്പുഴ സൗത്ത് എന്നീ പഞ്ചായത്തുകളിൽ കള്ളിംഗ് പുരോഗമിക്കുകയാണ്. കുമാരപുരം പഞ്ചായത്തിൽ 131 പക്ഷികളെയാണ് വൈകുന്നേരം വരെ കള്ളിങ്ങിന് വിധേയമാക്കിയത്. തകഴിയിൽ 286 പക്ഷികളെയും കരുവാറ്റയിൽ 715 പക്ഷികളെയും നെടുമുടിയിൽ 2663 പക്ഷികളെയും കൊന്നൊടുക്കി. 8 ദ്രുത പ്രതികരണ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത്. പക്ഷികളെ കൊന്ന ശേഷം വിറക്, ഡീസൽ, പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. കത്തിക്കൽ പൂർത്തിയായ ശേഷം പ്രത്യേക സംഘം എത്തി തിങ്കളാഴ്ച അണുനശീകരണം നടത്തും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കള്ളിംഗ് നടക്കുന്ന തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്ര സൗത്ത്, അമ്പലപ്പുഴ സൗത്ത്, ചെറുതന, പുറക്കാട്, നെടുമുടി, കുമാരപുരം എന്നീ പഞ്ചായത്തുകളുടെ പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവേലിയൻസ് സോണിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി, അമ്പലപ്പുഴ സൗത്ത്, അമ്പലപ്പുഴ നോർത്ത്, പുന്നപ്ര സൗത്ത്, പുന്നപ്ര നോർത്ത്, പുറക്കാട്, കൈനഗിരി, ചമ്പക്കുളം, രാമങ്കരി, വെളിയനാട്, പുളിങ്കുന്ന്, നെടുമുടി, തലവടി, മുട്ടാർ, എടത്വ, തകഴി, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, കണ്ടല്ലൂർ, പത്തിയൂർ, മുതുകുളം, കരുവാറ്റ, കുമാരപുരം, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി, കാർത്തികപ്പള്ളി, ചിങ്ങോലി, വിയ്യപുരം, പള്ളിപ്പാട്, ചെറുതന, ചേപ്പാട്, ചെട്ടികുളങ്ങര, ചെന്നിത്തല, മാന്നാർ, നിരണം, കടപ്ര പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുക്കടവ് ആളുകേറാമലയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തി ചങ്ങലക്കിട്ട കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിഞ്ഞു. ആളിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂടിന് സമീപം വേടരപ്പച്ച സ്വദേശിയായ പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൊലപാതകം നടന്നതിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഇയാളുടെ CCTV ദൃശ്യം 1 മാസം മുമ്പ് പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷവും പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. എന്നാൽ ഇയാളുടെ ആധാർ രേഖകൾ ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ പോലീസിന് ലഭ്യമായി. നാട് വിട്ട് പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ തെരച്ചിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ ടൈൽസ് തൊഴിലാളിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇരുനിറം, മെലിഞ്ഞ ശരീരം, കറുപ്പ് കാവി കളർ ഷർട്ടും ലുങ്കിയുമാണ് സാധാരണ വേഷം. കാലിൽ പൊള്ളലേറ്റ മുറിവുണങ്ങിയ പാടുണ്ട്. ഷോൾഡർ ബാഗും കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. ഇടത് കാലിന് സ്വാധീനമില്ലാത്ത മധ്യവയസ്കനായ അജ്ഞാതന്റെ ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ് കണ്ടെത്തിയത്. സെപ്റ്റംബർ 17 വൈകിട്ട് 3:18 കന്നാസുമായി അനിക്കുട്ടൻ പമ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. കൊലപാതകം നടന്ന് 3 മാസമായിട്ടും കൊല്ലപ്പെട്ട ആളിനെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആളിനെ തിരിച്ചറിയാനായി DNA പരിശോധന നടത്തി. അതിനിടെയാണ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവാകുന്ന തരത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത്. പെട്രോൾ ശേഖരിച്ചിരുന്ന ഒഴിഞ്ഞ ഒരു വെള്ള കന്നാസ് മൃതദേഹത്തിന് സമീപത്ത് നിന്നും പോലീസ് അന്ന് കണ്ടെടുത്തിരുന്നു. ഇതാണ് അനിക്കുട്ടനിലേക്ക് അന്വേഷണം നീളാനുള്ള കാരണം. ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹത്തിന്റെ ഇടതു നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഒപ്പം മുഖം ഉൾപ്പെടെ ശരീരഭാഗം ആസിഡ് ഒഴിച്ച് ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിലുമായിരുന്നു. പോലീസ് പുറത്തുവിട്ട ചിത്രത്തിലുള്ള ആളിനെ തിരിച്ചറിയുന്നവർ പുനലൂർ പോലീസിനെ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ PK ജയപ്രകാശ് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ രമേശിനെ 4 വോട്ടുകൾക്കാണ് ജയപ്രകാശ് പരാജയപ്പെടുത്തിയത്. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ PK ജയപ്രകാശിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ രമേശിനെ 4 വോട്ടുകൾക്കാണ് ജയപ്രകാശ് പരാജയപ്പെടുത്തിയത്. അവരിൽ കൂടി തുടങ്ങിവെച്ച എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. തൊടിയൂർ പഞ്ചായത്തിന്റെ അമരനായി ഞാൻ സത്യപ്പെടുന്നു. പുറത്ത് നമുക്കൊക്കെ രാഷ്ട്രീയമൊക്കെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പുറത്ത് ഓർഗാവുകയും ഒക്കെ നമ്മൾ നമ്മുടേതായ രാഷ്ട്രീയം പ്രചരിപ്പിക്കുവാനും അതിൽ ആളുകളെ പങ്കെടുപ്പിക്കാനും ഒക്കെയുള്ള പണി. പക്ഷേ അകത്ത് നമ്മളെല്ലാവരും ഒന്നില്ല. അങ്ങനെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ തൊടിയൂർ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. അത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എൻ്റെ കൂടെ നിൽക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിനകത്തൊന്നും ഒരു മാറ്റം. അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഇങ്ങോട്ട് നിയോഗിച്ച രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ അതോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി തൊടിയൂരിന്റെ വികസനത്തിന്റെ ഇതുവരെ നടന്ന വികസനത്തിൽ കൂടി മുമ്പോട്ട് പോകാം. LDF അംഗം അനിൽകുമാറാണ് ജയപ്രകാശിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. രഞ്ജിത്ത് പിന്താങ്ങി. 23 അംഗങ്ങളിൽ 13 പേർ LDF-നും 9 അംഗങ്ങൾ UDF-നും വോട്ട് ചെയ്തു. BJP അംഗം വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു.
വരണാധികാരി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ ആർ ലതാദേവി ചുമതലയേറ്റു. തലവൂർ ഡിവിഷൻ അംഗം ഡോക്ടർ മീര ടീച്ചറിനെയാണ് ലതാദേവി പരാജയപ്പെടുത്തിയത്. 10-നെതിരെ 17 വോട്ടുകൾക്കാണ് ലതാദേവി വിജയിച്ചത്. പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പുരോഗമിക്കുന്നു. 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. തിങ്കളാഴ്ച അണുനശീകരണം നടത്തി. മുക്കടവ് ആളുകറ മലയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിഞ്ഞു. ചാരുമൂട് വേടരപ്പച്ച സ്വദേശി അനിക്കുട്ടനെയാണ് തിരിച്ചറിഞ്ഞത്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. MDMAയും മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് അറസ്റ്റിൽ. തേവലക്കര പാലക്കൽ സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. MDMAയും നൈട്രാസെപ്പാം ഗുളികകളും പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.